ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:20 വരെയാണ് പരീക്ഷ. 1:30 മണിക്ക് ശേഷം എത്തുന്ന പരീക്ഷാർത്ഥികളെ പ്രവേശിപ്പിക്കില്ല. സംസ്ഥാനത്ത് ആകമാനം 16 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. വിവരങ്ങളുമായി കൊച്ചി കടവന്ത്രയിലെ എക്സാം സെന്ററിൽ നിന്ന് മൗസന അസുവും കോഴിക്കോട് മാങ്കാവ് നിന്ന് സലാം മുഹമ്മദും ചേരുന്നുണ്ട്. ആദ്യം മൗസനയിലേക്ക്. മൗസന, വലിയ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടാവും. സ്വാഭാവികം സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൃത്യസമയത്ത് ആളുകൾക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം കാലാവസ്ഥ കൊണ്ടുണ്ടാകാനുള്ള സാധ്യതയുമില്ല. കാരണം ഒരുപാട് ക്യൂവിൽ നിൽക്കുക എന്നൊക്കെയുള്ളത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ. MBBS പ്രവേശനം അതുപോലെ തന്നെ മെഡിക്കൽ അനുബന്ധ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമായി 23 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത്. കേരളത്തിൽ 1 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തെ ഒരു സെന്ററായ ടോക്കറ്റ് സ്കൂളിലാണ്. വൈറ്റിലേക്കടുത്തുള്ള ടോക്കറ്റ് കേന്ദ്രത്തിലാണ്, പരീക്ഷാ കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും വിദ്യാർത്ഥികളെല്ലാം തന്നെ പരീക്ഷയ്ക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 11 മണി മുതലാണ് ഈ പ്രവേശനം ആരംഭിച്ചത്. കൃത്യമായ മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ എത്താൻ. അത്തരത്തിലുള്ള പരിശോധനകൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 മണി വരെയാണ് പ്രവേശനം അനുവദിക്കുക. 2 മണി മുതൽ വൈകിട്ട് 5:20 വരെയാണ് പരീക്ഷ നടക്കുക. എന്താണെങ്കിലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ്? ഞങ്ങൾ കൂത്താട്ടുകുളം. തയ്യാറെടുപ്പൊക്കെ എങ്ങനെ, ഇവിടെ വരെയായി? നന്നായിട്ട് ടെൻഷനാണ്, എന്നാലും കുഴപ്പമില്ല. തിരിച്ചറിയൽ രേഖ, അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങി എല്ലാ രേഖകളും കൃത്യസമയത്ത് തന്നെ ഹാജരാക്കണം. അതുപോലെ തന്നെ ഈ മതപരമായ വേഷം ധരിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ എത്തണമെന്ന പ്രത്യേക നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ പേന ഉൾപ്പെടെ എക്സാം സെന്ററിൽ നിന്നാണ് നൽകുക. അത്തരത്തിൽ വലിയ രീതിയിലുള്ള കർശനമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട്, പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതാണെങ്കിലും വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കടുത്ത വേനലാണ്, ചൂടാണ്. ഇതിനെ അവഗണിച്ചും കുട്ടികളെല്ലാം തന്നെ വരിവരിയായി നിന്നുകൊണ്ട് പ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. സലാം മുഹമ്മദ് ചേരുന്നുണ്ട്. സലാം, ഏത് സെന്ററിലാണ് നിൽക്കുന്നത്? ഈ പറഞ്ഞതുപോലെ അവിടെയും കുട്ടികൾ ബുദ്ധിമുട്ടുന്ന കാരണം ചൂട് തന്നെയായിരിക്കും. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടോ പരീക്ഷയ്ക്ക് മുമ്പായി? വിവരങ്ങൾ. കോഴിക്കോട്ടെ പ്രധാന നീറ്റ് സെന്ററായ വേദവ്യാസ വിദ്യാലയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ, നീറ്റ് പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് കടക്കുകയാണ്. അവർക്ക് നേരത്തെ തന്നെ 1:15 സ്കൂളിനകത്തേക്ക്, അതായത് നീറ്റ് സെന്ററിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കനത്ത ചൂട് കാരണം തന്നെ നേരത്തെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ അധികൃതർ കൈക്കൊണ്ടിട്ടുള്ളത്. 1:15 സീറ്റിലെത്തണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം 1:30 ശേഷം ഹാളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്നതാണ് നിബന്ധന. പിന്നെ മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് 2 മണിക്ക് തുടങ്ങി 5:20 വരെയാണ് നീറ്റ് എക്സാം നടക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ കർശന നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ വിദ്യാർത്ഥികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെ ഭാഗമായി വലിയ പരിശോധനകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും വിദ്യാർത്ഥികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക. അഡ്മിറ്റ് കാർഡിന് പുറമെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വാലിഡ് ID പ്രൂഫ്, ഇത് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് കയ്യിൽ കരുതാനുള്ള അനുവാദമുള്ളൂ. അതിനുശേഷം 2 മണിയോടുകൂടി തന്നെ പരീക്ഷ തുടങ്ങുന്നതായിരിക്കും. 5:40 പരീക്ഷ അവസാനിപ്പിക്കുക. ഇപ്പോൾ വിദ്യാർത്ഥികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗേറ്റിന് മുമ്പിലായിക്കൊണ്ട് തന്നെ അധികൃതരൊക്കെ തന്നെ വലിയ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നീറ്റ് പരീക്ഷ ഹാളിനകത്തേക്ക് അനുവദനീയമായ വസ്തുക്കൾ മാത്രമേ കയ്യിൽ കരുതാനുള്ള കഴിയൂ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കനത്ത ചൂടായതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ വിദ്യാർത്ഥികൾ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുറത്ത് അതികഠിനമായ ചൂടുണ്ട്. ഈ വെയിലത്ത് നിന്ന് വിദ്യാർത്ഥികൾ വലിയ ബുദ്ധിമുട്ട്, നേരത്തെ അധ്യാപകർ, രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത്, ഈ കാത്തു നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് പ്രകാരമാണ് ഇപ്പോൾ അകത്തേക്ക് കടത്തിവിടാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. 1:15 സീറ്റിലെത്തണം. അതിനുശേഷം 1:30 ശേഷം എത്തുന്നവരെ എക്സാം എഴുതുന്നതിന് അനുവദിക്കില്ല. 2 മണിക്ക് തുടങ്ങി 5:40 പരീക്ഷ ഇന്ന് ഉച്ചയ്ക്കാണ്. 2 മണി മുതൽ 5:20 വരെയാണ്. 1:30 മുമ്പ് തന്നെ പരീക്ഷാർത്ഥികൾ എത്തേണ്ടതാണ്.